തല ചുറ്റിക വെച്ചടിച്ചാണ്. കുഞ്ഞിൻ്റെ തലയോട്ടിയൊക്കെ പൊട്ടിക്കീറി ഇരിക്കുന്ന രംഗം ഒരു മനുഷ്യനോട് ചെയ്യുമോ എന്ന് ഇപ്പം പലതും നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ്. അന്ന് ഞാൻ വന്നുള്ളതല്ല, ഈ പ്രദേശത്ത് ആരും ഉറങ്ങിയിട്ടില്ല. ഇതിൻ്റെ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. അടുക്കള ഭാഗത്ത്. എന്താ ഈ വീടിന് ഉപയോഗിക്കുന്നത്? ഇല്ല, ഇവിടെ ഇങ്ങനെ വന്നാണ് ഒരു 20 വർഷം മുമ്പുള്ള ഒരു ഓർമ്മ. ഇങ്ങനെ വന്ന സമയത്ത് ഒന്ന് ഓർത്താണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭയാനകത നിറഞ്ഞൊരു വീടായിട്ട് മാറിയല്ലേ അന്നല്ലേ? അന്ന് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഇപ്പം ഇത് ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും അന്ന് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ നാടിനെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമാണ്. എല്ലാവരും ഭയങ്കരമായി ദുഃഖമായിരുന്നു. അതുപോലെ തന്നെ പേടിയും ഭയവും ഒക്കെ ഉണ്ടാക്കിയ ഈ ഏരിയ ഒരു പ്രശ്നമാണ്. ഒറ്റപ്പെട്ട വീടാണ്. ഇവിടെ പാവപ്പെട്ട ഒരു അച്ചായനാണ് താമസിക്കുന്നത്. പക്ഷേ വീടൊരു കൊട്ടാരം പോലൊരു വീടാണ്. അത് അന്ന് പണിതാ. നേരത്തെ ചെറിയ വീടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വിദേശത്ത് പഠിച്ച് കൃഷിക്കാരനായിരുന്നു അച്ചായൻ. അച്ചായൻ്റെ മകൻ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് വിദേശത്ത് പോയി ജോലി ആയിക്കഴിഞ്ഞാണ് വീട് പണി തുടങ്ങുന്നത്. ആ വീട് പണി തുടങ്ങുന്ന സമയത്താണ് തമിഴ്നാട്ടുകാരോ ആണ്. ഇതെന്ത് മെമ്പർ എങ്ങനെ അറിഞ്ഞ സംഭവം? ഞാൻ അറിയുന്നത് മെമ്പറല്ലേ? ഞാൻ മെമ്പറാണ്. ഞാൻ അന്ന് മെമ്പറായിരുന്നു. അന്ന് ഞാനിങ്ങനെ വേറൊരാവശ്യമായി പട്ടാഴിയിൽ നിൽക്കുമ്പോഴാണ് എന്നെ ഒരാൾ ഇൻഫോം ചെയ്യുന്നത്, ഇങ്ങനെ പിടവൂരിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അന്ന് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണെങ്കിൽ പോലും അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിടവൂരിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പട്ടാഴിയിൽ വെച്ച് ഞാൻ അറിയുന്നു. അപ്പോൾ ഞാൻ ഉടൻ തന്നെ ഇവിടെ 1-2 പേരുമായി ബന്ധപ്പെട്ടു. ഒന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് സംഭവം അറിയുന്നത്. ഇവിടെ വന്ന് വരുമോ? ഞങ്ങൾ ഉടൻ തന്നെ ഇവിടെ വരുന്നു. ഇവിടെ വന്നപ്പോഴേ പോലീസിനെ അറിയിപ്പിച്ചു. പോലീസ് ഉടൻ തന്നെ ഇവിടെ എത്തി. അപ്പോഴാണ് ഈ സംഭവം എന്താണ് എന്നുള്ളത് അപ്പോഴാർക്കും പിടികിട്ടുന്നില്ല. പിന്നീടാണ് പോലീസ് വന്ന് അകത്ത് കയറി കഴിയുമ്പോഴാണ് ഈ ഭീകരമായ ഒരു ഭീകരം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമായിരുന്നു. ഒരു മനുഷ്യനോട് ചെയ്യുമോ എന്ന് ഇപ്പം പലതും നടക്കുന്നുണ്ടെങ്കിൽ അന്ന് പക്ഷേ ഇത് അപൂർവം. ഇന്നിപ്പം കഞ്ചാവും പിന്നെ ചരസും ഒക്കെ അടിച്ച് ഓരോരുത്തരോരോന്നും ചെയ്യുന്നു. പക്ഷേ ഇതല്ലല്ലോ. ഇതല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആരാണ് എന്താണെന്നൊന്നും അന്നേരം പിടികിട്ടിയില്ല. പിന്നീട് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ഇത് ആരാ കിടക്കുന്ന ഇവിടുത്തെ ഗ്രഹനാഥൻ്റെ മകളുടെ കുഞ്ഞു. എത്ര വയസ്സുണ്ട് കുഞ്ഞിന് അന്ന് 3-4 വയസ്സേ ഉള്ളൂ. വളരെ കൊച്ചുകുട്ടിയാണ്. മൃതദേഹം കണ്ടായിരുന്നോ? പിന്നെ അതൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അത് കാണുമ്പോൾ ആ ഭീകര തല ചുറ്റിക വെച്ചടിച്ചാണ്. കുഞ്ഞിൻ്റെ തലയോട്ടിയൊക്കെ പൊട്ടിക്കീറി ഇരിക്കുന്ന രംഗം. പിന്നെ പ്രത്യേകിച്ച് പിന്നെ ജനപ്രതിനിധി എന്ന നിലയിൽ ആ ബോഡി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോഴൊക്കെ നമ്മൾ അച്ഛനെ തലയെ അടിച്ച് പൊട്ടിച്ചാണ്. ചോരയെ കുളിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിലപ്പോൾ ഈ നിങ്ങളുടെ ഇതിനകത്തൊക്കെ വരുമല്ലോ, ഈ FIR, അതിപ്പോഴേ കാണുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാകുമല്ലോ. അതേ സംഭവം കണ്ടിട്ടേ ഇല്ല മെമ്പർ. കണ്ടിട്ടില്ല, ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല. മറ്റൊരുപാട് ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു കർഷകനായിരുന്നു. വളരെ പാവപ്പെട്ട് ഇവിടെ കൃഷിയൊക്കെ ചെയ്ത് പാവപ്പെട്ട കുട്ടികളെ വളരെ മാന്യമായി ഈ പ്രദേശത്ത് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ സ്വന്തം കാര്യം നോക്കി ഈ പ്രാർത്ഥന കൂട്ടത്തിൽ ഉള്ള ആളായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചതാണ്. ഇദ്ദേഹത്തോട് ഇത് ചെയ്തു എന്ന് വന്നപ്പോൾ പോലും ഈ നാട് ഒന്നടങ്കം ദുഃഖിച്ചു. കുടുംബം അത്രമാത്രം ആളുകളെ സഹായിക്കുകയും ആളുകളുമായി അത്ര ഇടപെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. പ്രതികളെ പറ്റി സൂചന വല്ലതും കിട്ടിയായിരുന്നു? അന്നേരം കിട്ടിയില്ല. പക്ഷെ അപ്പോൾ പോലീസും ഒക്കെ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനെ പണിക്കാരുണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച ദിവസം ഇദ്ദേഹം ഈ പണിക്കാരുള്ളത് കൊണ്ട് അന്ന് പള്ളിയിൽ പോയില്ല. മറ്റെല്ലാവരും പള്ളിയിൽ പോയി. അമ്മാമ്മയൊക്കെ പള്ളിയിൽ പോയി. അപ്പോൾ ഈ കുഞ്ഞും ഈ അച്ചായനും മാത്രം പള്ളിയിൽ പോയില്ല. പക്ഷെ അവർ അന്ന് പള്ളിയിൽ പോയിരുന്നെങ്കിൽ ചിലപ്പം ഇത് സംഭവിക്കത്തുമില്ലായിരുന്നു. പക്ഷെ ഇവരും കരുതിക്കൂട്ടി തന്നെയാണ് ഇവർ നിന്നത്. എന്ന് വെച്ചാൽ തലേന്നെങ്ങാണ്ട് ഈ പൈസ എടുത്തുകൊണ്ട് വെക്കുന്നത് രണ്ടുപേര് തമിഴന്മാർ. അപ്പോൾ തലേന്ന് പൈസ അദ്ദേഹം എടുത്തുകൊണ്ട് വെക്കുന്നതൊക്കെ ഇവർ കാണുകയോ ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഇവരിത് പ്ലാൻ ചെയ്ത് ഒരു പള്ളിയിൽ പോകുന്ന സമയത്ത് പ്ലാൻ ചെയ്ത് ഇത് ചെയ്തത്. ഈ കുഞ്ഞിനെ എന്തിനാ ചെയ്തത്? കുഞ്ഞിനെ ചെയ്തത് എന്തിനാണെന്ന് ഇപ്പോഴും നമുക്ക് പിടികിട്ടുന്നില്ല. കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ വിഷയം. ഇനിയും കുഞ്ഞ് ചിലപ്പം ആരോടെങ്കിലും പറയുമോ എന്നുള്ളത് വെച്ചായിരിക്കും. പക്ഷേ അന്നേരത്തെ അവരുടെ മനസ്സിൽ ഒരു മൃഗം
മൃഗത്തിൻ്റെ ഒരു സ്വഭാവം തോന്നി. ഈ തമിഴന്മാർക്ക് വീട്ടിൽ അക്സസ് എങ്ങനെ? ഈ തമിഴന്മാരോട് താമസിക്കുമായിരുന്നു? അല്ല, അവരായിരുന്നു പണി. ഇതിന് പണി നടക്കുമായിരുന്നു. ഇതിൻ്റെ പണി നടക്കുമായിരുന്നു. ഇപ്പോൾ 1-ാം നിലയുടെ വാർപ്പൊക്കെ നടക്കുന്ന സമയത്തായത്. പിന്നീടാണ് ഇത് പൂർത്തീകരിച്ചത്. പിന്നെ കുത്തിരിക്കാലം. അപ്പോൾ ഇവർക്ക് എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്ര കാര്യം അച്ചായനും അതുപോലെ അവരെ പിന്നെ കണ്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇവരങ്ങ് അന്ന് പിന്നെ പോലീസ് പെട്ടെന്ന് വന്ന് എന്തായാലും വിനോദ് സാറായിരുന്നു. എത്ര മണിക്കൂർ പിടിക്കും? 3-4 മണിക്കൂർ? 2-3 മണിക്കൂറിനകം 2 മണിക്കൂറിനകം പിടിച്ചു. ഇവർ രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കിയോ? രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു. ഇവിടെ മുടിയൊക്കെ വെട്ടി വിരൂപമൊക്കെ മാറ്റി പോകാൻ തുടങ്ങുന്ന സമയത്താണ് ഒരു ബാർബർ ഷാപ്പിൽ നിന്ന് വിനോദ് സാറായിരുന്നു അന്ന് SI. അദ്ദേഹവും സംഘവും വന്ന് അപ്പോഴത്തന്നെ ആ രംഗമൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ട്. അദ്ദേഹം സിവിൽ ഡ്രസ്സിൽ വരുന്നത്. പക്ഷേ തമിഴന്മാരായതുകൊണ്ട് അവർക്ക് എന്ത് ശിക്ഷ കിട്ടിയെന്ന് ഇപ്പോഴും അറിയത്തില്ല. പിന്നീട് കേസിൻ്റെ ഞാനും ഒക്കെ അതിനകത്ത് സാക്ഷികളായിരുന്നു. ഒരുപാട് പേര് സാക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് എന്ത് നടന്നു എന്നുള്ള അറിയത്തില്ല. അപ്പോൾ അന്ന് ഇവിടുന്ന് TV എടുത്തുകൊണ്ട് പോരും. അത് ഞാൻ ഉൾപ്പെടെ 10,000 പോലീസ് പോയാണ് അവിടുന്ന് 20 സാധനം അവരുടെ വീടുകളിൽ നിന്ന് തമിഴ്നാട് പോലീസിൻ്റെ സഹായത്തോടു കൂടി അവിടെ പോയി ഇവരുടെ വീട്ടിൽ നിന്ന് 20 സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നതുമൊക്കെ അതെല്ലാം ഓർമ്മയുണ്ട്. പക്ഷേ ഇവർക്ക് നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞുള്ള വിഷമത്തിൽ ഇപ്പോഴും നടക്കുമോ? അവർക്ക് നീതി ലഭിച്ചില്ല. കിട്ടിയിട്ടില്ല. അവർക്ക് നീതി ലഭിച്ചതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. അറിയാൻ ആഗ്രഹമില്ല. പിന്നെ ഇവരെ സംബന്ധിച്ച് അവർക്ക് അതിനകത്തൊന്നും ഒരു താല്പര്യം തോന്നിയില്ല. അവർ പിന്നെ ഇതിൻ്റെ പുറകെ പോകാനോ അങ്ങനെയുള്ള ഒരു ആളുകളല്ല. പിന്നെ മോനെ സംബന്ധിച്ച് അവൻ പാവം പിടിച്ചപ്പോൾ അവൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. അവന് ഇതിൻ്റെ പുറകെ നടക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് നാൾ ഈ കേസ് നടന്നു. ഇവരെ റിമാൻഡ് ചെയ്ത് ഇവർ ജയിലിലായിരുന്നു എന്നൊക്കെ അറിയാം. അത് അറിയാൻ പറ്റും. ഒരു വാർത്ത പോലും വന്നില്ല. പിന്നൊന്നും വന്നിട്ടില്ല ഇതുവരെ. ഒരു സംഭവം ഇതിനെപ്പറ്റി ഒരു വിവരവും നാട്ടുകാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എന്തായാലും 20 വർഷം എന്തായാലും അവർ പുറത്തിറങ്ങി. ഇപ്പോഴത്തെ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരാൾ മരിച്ചുപോയി. പിന്നെ മറ്റേ ആൾ അന്ന് സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, അങ്ങ് തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടെന്നൊക്കെയാണ് അറിഞ്ഞത്. ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊന്നും പിന്നീട് ആർക്കും ഒരു അറിവില്ല. അന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസം ഉറങ്ങി കാണത്തില്ല മെമ്പർ അല്ലേ? ഇല്ല. അയ്യോ, അന്ന് ഞാൻ വന്നുള്ളതല്ല, ഈ പ്രദേശത്ത് ആരും ഉറങ്ങിയിട്ടില്ല. അന്ന് ഞങ്ങൾ പോലീസിനെയൊക്കെ വിളിച്ച് പോലീസുകാർക്കൊക്കെ വലിയ പിന്നെ സ്വീകരണം വരെ ഞങ്ങൾ പിടവ് ജംഗ്ഷൻ ഇതിൻ്റെ അവിടെ വെച്ചാണ് സംഭവം നടക്കുന്നത്. അടുക്കള ഭാഗത്തിന് ഇപ്പുറം മേളിലാണല്ലേ? അല്ല, താഴത്തെ നിലയിൽ. ആ കിണറ്റിൽ നിന്നാണ് അവസാനം ഈ ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ചുറ്റിയൽ. അപ്പോൾ അവിടുന്ന് അതിൽ നിന്നാണ് എടുക്കുന്നതൊക്കെ. ഇവർ രണ്ടുകൂടെ ചേർന്നാണ് കൊന്നേ? അതോ രണ്ടുപേരോടെ ചേർന്ന്? അന്ന് ഇതിനെല്ലാം ദൃക്സാക്ഷിയായിട്ട് നിൽപ്പുണ്ടല്ലേ? മരവിച്ച് നിൽക്കുന്നത്. പിന്നെ ഇതുവഴി പോകുമ്പോൾ പിന്നെ ഓർക്കും ഈ സംഭവം? പിന്നെ എപ്പോൾ പോയാലും ഓർക്കും. എപ്പോഴും ഇതിലേ ഇങ്ങനെ കടന്നു പോയാലും നമ്മൾ ഇവിടെ വരുമ്പം ആ സംഭവം, പ്രത്യേകിച്ച് ഇപ്പം ഇല്ല എഞ്ഞാറമൂട്ടിലൊരു 5 പേരെ ചുറ്റി വെച്ചടിച്ചു പോകുന്ന സംഭവം ഉണ്ടായപ്പോഴും പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു സംഭവം. ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ അച്ഛൻ? മെമ്പർ നേരത്തെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ വെച്ച് ഇവിടെ വന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒന്നുമില്ല കണ്ടിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ ആത്മാവ് ഇപ്പോഴും അല്ലേ? അതെ, വല്ലാത്ത ഹോണ്ടി ആയിരിക്കും അല്ലേ? പക്ഷെ അന്ന് പോലീസ് വളരെ വിജിലൻ്റ് ആയിരുന്നു അന്ന്. ഇന്നിപ്പം പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും ഇന്ന് പോലീസിന് അത്രയൊന്നും കഴിയുന്നില്ല. പോലീസ് അങ്ങനെ ആക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞൊക്കെ ഉള്ള 1-2 സംഭവത്തിലൊക്കെ ഞങ്ങൾക്കും ഇപ്പോഴും നിരാശയുള്ള കാര്യങ്ങളുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ. അത് പല കാരണങ്ങൾ കൊണ്ട്. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് വളരെ ജാഗ്രതയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ. അവർക്ക് ഒത്തിരി ഇപ്പോഴാകുമ്പം എപ്പോഴും ഞാൻ ചോദിക്കട്ടെ സാർ, ഇപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഒരു ഭയപ്പാട് കാണുമായിരിക്കും ചിലർക്ക്? പിന്നെ ഭയപ്പാട് ഇപ്പം ആളുകളങ്ങ് ഇതായിപ്പോയി. ആ സമയത്തൊക്കെ ഒരാഴ്ചയൊക്കെ ഓർത്ത് നോക്കിയാൽ പണ്ട് അന്ന് പിന്നെ ഇതിലാരും പോകത്തില്ല. ഇല്ല. അന്ന് പിന്നെ റബ്ബറൊക്കെ അന്ന് വളർന്നിങ്ങനെ പിടിച്ച് കിടക്കുന്ന ഒരു സമയം. ഇപ്പൊ തന്നെ ഒരു ഭയാനകതയായിട്ട് ഉണ്ടല്ലേ, ഒരു മാന്ത്രിക കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ്. അതെ, ആ രൂപത്തിൽ പണിഞ്ഞേക്കുന്നത്. അതെ. പക്ഷേ ഈ ഇത് വീടിൻ്റെ പ്ലാനൊക്കെ നേരത്തെ തന്നെ മോൻ എഞ്ചിനീയറാണ്, പിന്നെ സിവിൽ എഞ്ചിനീയറാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു പ്ലാനിലാണ് ആദ്യമേ ഇതെല്ലാം പുള്ളി തന്നെ തയ്യാറാക്കി വീട് പണിയാനുള്ള ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ പഴയ വീട്. പക്ഷേ അവരുടെ ഫാമിലി ഇത് അവിടെ കുടുംബം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പണി പൂർത്തീകരിച്ചത് കാണാൻ അച്ഛന് നിന്നില്ല. അച്ഛന് പറ്റി. അച്ഛൻ കൂടെ പണിയിപ്പിച്ചു. അതെ. അച്ഛൻ കൂടെ ഒന്ന് പണിയിപ്പിക്കുമായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രതികൾ പണിയുന്നതല്ല കണ്ടായിരുന്നു മെമ്പർ? ഇല്ല, അതൊന്നുമില്ല. പ്രതികളെ സംഭവ ശേഷമാണ് കാണുന്നത്. അതെ. അത് പിടിച്ച് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അവരെ